ആദ്യമൊക്കെ ഒരു സിനിമ 1000 കോടി നേടുക എന്നൊക്കെ പറയുന്നത് ഒരു വലിയ അത്ഭുതമുള്ള കാര്യമാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ അത് വളരെ കോമൺ ആയി മാറിയിരിക്കുകയാണ് എന്ന് വേണം പറയാൻ. കണ്ട ചവറ് പടങ്ങൾ വരെ 1000 കോടി നേടുന്ന സമയമായത്. അതായത് പഴയ ആ ഒരു സ്റ്റാൻഡേർഡ് ഒക്കെ ഇപ്പൊ പോയി എന്ന് വേണം പറയാൻ. ഇപ്പം 1000 കോടി നേടാൻ അർഹത ഉണ്ടായിരുന്നിട്ട് കൂടി അത് കിട്ടാതെ പോയ പല പടങ്ങളും ഉണ്ട്. പക്ഷേ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചല്ല. ഇന്ത്യയിൽ ഇതുവരെയായിട്ട് 9 പടങ്ങളാണ് 1000 കോടിയിലധികം ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയിട്ടുള്ളത്. ആ 9 പടങ്ങളെയും നമ്മൾ റാങ്ക് ബേസിൽ ലിസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ എന്റെ ഫേവറേറ്റിസം മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. ചിലപ്പം എന്റെ അവസാന പടമായിരിക്കും നിങ്ങളുടെ ടോപ്പിൽ ഉണ്ടാവുക. അങ്ങനെ വരാൻ വഴിയില്ല. അതിനിടക്കുള്ളത് വേണ്ടിക്കൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. ഓക്കെ, ഏതായാലും വീഡിയോയിലേക്ക് വരുവാണെങ്കിൽ നമ്മുടെ 9th പൊസിഷനിലുള്ളത് വൺ ആൻഡ് ഓൺലി നമ്മുടെ പുഷ്പേട്ടൻ. ഇതെല്ലാം എങ്ങനെയാണ് ആ സമയത്ത് 1000 കോടി നേടിയത്? ഞാൻ കുറക്കുന്നില്ല. ബിസിനസ് കളക്ഷൻ കൂടി നോക്കിയാൽ ഏകദേശം 2000 കോടിയോളം രൂപ. സിനിമയുടെ ആ ഒരു നിലവാരത്തിനെ കുറിച്ച് ഞാനായിട്ട് പ്രത്യേകിച്ച് പറയേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ അങ്ങ് നോർത്തിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ പുഷ്പാട്ടിന് സെപ്പറേറ്റ് ഒരു ഫാൻ ബേസ് തന്നെയുണ്ട്. പിന്നെയും പറയാല്ല, പുഷ്പ സിനിമയുടെ ആ ഒരു ഫസ്റ്റ് പാർട്ടിനാണ് ഈ ഒരു കളക്ഷൻ കിട്ടിയതെങ്കിൽ പിന്നെയും എങ്ങനെയെങ്കിലും ആയിട്ട് ഒപ്പിക്കാന്ന് പറയാം. ഇത് ഫഹദ് ഫാസിലിന്റെ ഒരു കിടിലൻ അഴിഞ്ഞാട്ടം കാണാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് ടിക്കറ്റ് എടുത്ത് കയറി ശ്രീവല്ലിന്റെ കാമക്കളിയും കണ്ടിറങ്ങിയ നമ്മളെ മലയാളീസിന്റെ അവസ്ഥ കൊടൂരം തന്നെ. ഇതിനെക്കുറിച്ച് ഞാൻ ഇനി കൂടുതൽ വർണ്ണിക്കുന്നില്ല. 8th പൊസിഷനില് ഷാറൂഖ് ഖാന്റെ ജവാൻ. അറ്റ്ലിയുടെ ഡയറക്ഷനിൽ വരുന്ന ആദ്യ ബോളിവുഡ് പടം. ഒരു ബോളിവുഡ് പടമായിട്ട് കൂടി സൗത്ത് ഇന്ത്യയിൽ ഉൾപ്പെടെ അങ്ങ് മാനം മുട്ട ഹൈപ്പായിരുന്നു ഉണ്ടായത്. 10ാം സിനിമയുടെ വലിയൊരു വിജയത്തിന് ശേഷം ഷാറൂഖ് ഖാന്റെ അടുത്ത പടം. അങ്ങനെ കാത്തിരിപ്പിന് ശേഷം പടം റിലീസായി. നോർത്ത് സൈഡില് ഹെവി പോസിറ്റീവ് റെസ്പോൺസ് ആണ് വന്നതെങ്കിലും സൗത്തില് പടം വളരെയധികം ഡൗൺ ആയി. അതായത് നമ്മൾ പണ്ട് മുതലേ കണ്ടു ശീലിച്ച നിരവധിയായിട്ടുള്ള വിജയ് പടങ്ങളുടെയൊക്കെ ഒരു ടെംപ്ലേറ്റ് എല്ലാം കൂട്ടിക്കുഴച്ചൊരു മിക്സർ വേർഷൻ ആയിരുന്നു ജവാൻ. പക്ഷേ നോർത്തിലെ ഓഡിയൻസിന് അതൊരു പുതിയ അനുഭവമായിരുന്നു. അതുകൊണ്ട് തന്നെ 1100 കോടിയിലധികം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ കളക്ട് ചെയ്തു. ഇനി 7ാമത്തെ സിനിമയാണ് ഷാറൂഖ് ഖാന്റെ തന്നെ പത്താൻ. സ്പൈ യൂണിവേഴ്സിലേക്ക് ഷാറൂഖ് ഖാന്റെ ഒരു കിടിലൻ എൻട്രി ആയിരുന്നു ഈ ഒരു പടം. പേഴ്സണലി ഞാൻ ഈ ഒരു സ്പൈ യൂണിവേഴ്സിന്റെ ഒരു ആരാധകനോ അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യുന്ന ഒരാളോ അല്ല. പക്ഷേ ഷാറൂഖ് ഖാൻ ആയതുകൊണ്ട് കിട്ടുന്ന ആ ഒരു ഓറ പടം അത്ര മടുപ്പില്ലാതെ എൻജോയ് ചെയ്ത് കാണാൻ പറ്റും. ഓവറോൾ നോക്കുവാണെങ്കിൽ എനിക്ക് പേഴ്സണലി ഒരു എബോവ് ആവറേജ് അഭിപ്രായമാണ് ഈ ഒരു സിനിമയെ കുറിച്ചുള്ളത്. 6ാം സ്ഥാനത്തുള്ള സിനിമയാണ് കൽക്കി. ഈ ഒരു പടം അത്യാവശ്യം കലക്കി എന്ന് വേണം പറയാൻ. പാൻ ഇന്ത്യൻ പടങ്ങൾ മാത്രം ചൂസ് ചെയ്ത് പൊട്ടിപ്പാളീസായി നിൽക്കുന്ന പ്രഭാസിന് വീണ്ടും എഴുന്നേറ്റ് നിൽക്കാൻ ഒരു അവസരം കിട്ടിയ സിനിമയാണ് കൽക്കി. പക്ഷേ പടത്തിലെ ഹീറോ പ്രഭാസ് ആണെങ്കിലും അതിൽ സ്കോർ ചെയ്തത് നമ്മുടെ ബച്ചേട്ടനായിരുന്നു. ഇന്ത്യയിലെ ആ ഒരു കൾച്ചറൽ ഇംപ്ലിമെന്റേഷന്റെ കൂടെ ഫിക്ഷണൽ ആയിട്ട് കുറെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് ഒരു ഒന്നൊന്നര സിനിമാറ്റിക് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ആ ഒരു പടം. 2898 കാലത്തിലെ നമ്മുടെ ഭൂമിയുടെ അവസ്ഥ നമുക്കൊരു പുതിയ അനുഭവം തന്നെയായിരുന്നു. പ്രഭാസിന്റെ ഇൻട്രോയിലെ ആ ഒരു വെറുപ്പിക്കൽ സീനൊക്കെ മാറ്റി നിർത്തിയാൽ ഒരു ഉഗ്രം പടം 1100 കോടിക്കടുത്ത് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ കളക്ട് ചെയ്തു. ഇനി അടുത്തത് ടോപ്പ് 5 ആണ്. 550 കോടി ബഡ്ജറ്റിൽ റിലീസ് ചെയ്തൊരു പടം. SS രാജമൗലിയുടെ 2ാമത്തെ 1000 കോടി സിനിമ. എന്തിനേറെ ഓസ്കാർ അവാർഡ് പോലും തൂക്കിയ ഇന്ത്യയിലെ അവസാനത്തെ സിനിമ വൺ ആൻഡ് ഓൺലി മൂന്നാർ. ബാഹുബലിക്ക് ശേഷം രാജമൗലി സംവിധാനം ചെയ്യുന്ന സിനിമ എന്ന് പറയുമ്പോൾ അതിന് എത്രത്തോളം ഹൈപ്പ് ഉണ്ടാവും എന്നുള്ളത് ഞാനായിട്ട് പ്രത്യേകിച്ച് പറയേണ്ട ഒരു ആവശ്യമില്ലല്ലോ. പക്ഷെ ഒരിക്കലും ബാഹുബലിയായിട്ട് ഇത് കമ്പയർ ചെയ്യാൻ പറ്റൂല. അത് വേറെ ലീഗാണ് ബൈ. എന്ന് വെച്ച് ഇത് ഒരിക്കലും ഒരു മോശം സിനിമയല്ല. ആ ഒരു ബഡ്ജറ്റിനോട് 100% നീതി പുലർത്തിയിട്ടുണ്ട് എന്ന് വേണം പറയാൻ. ഓവറോൾ ആ ഒരു സിനിമാറ്റിക്സ് ആയാലും സിനിമയിൽ ആ ഒരു ഇമോഷണൽ രംഗങ്ങളായാലും എല്ലാം തന്നെ നെഗറ്റീവ് പറയിപ്പിക്കാത്ത രീതിയിൽ വളരെ മികച്ച രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അതേപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് സിനിമയിലെ പാട്ട്. പ്രത്യേകിച്ച് നമ്മുടെ മറ്റേ പാട്ട് ചവിട്ടിക്കൂട്ട് ചവിട്ടിക്കൂട്ട് ചവിട്ടിക്കൂട്ട്. ആ ഒരു പാട്ട് എനിക്ക് അത്ര കണ്ട് ഫേവറേറ്റ് അല്ലെങ്കിലും അതിലെ റബ്ബർ പാല് കുടിച്ച പോലത്തെ ആ ഒരു ഡാൻസ് ഓസ്കാർ അവാർഡ് കൂടി കിട്ടിയതിനു ശേഷം പാൻ വേൾഡ് മൊത്തത്തിൽ തരംഗായി എന്ന് വേണം പറയാൻ. ഇപ്പം ജൂനിയർ NTR ആയാലും രാംചരൺ ആയാലും അവർക്ക് ഈ ഒരു പടം ഒരു കരിയർ ചേഞ്ചിങ് മൊമെന്റ് ആണോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് സംശയമാണ്. ഏകദേശം 1250 കോടിയോളം പടം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ കളക്ട് ചെയ്തു. ഇനി 4ാമത്തെ പൊസിഷൻ അത്ര വലിയ ഹൈപ്പ് ഒന്നും ഇല്ലാതെ റിലീസ് ചെയ്ത ഒരു ബോളിവുഡ് പടം. ഒരു റിയൽ ലൈഫ് സ്റ്റോറിയെ ബേസ് ചെയ്തിറക്കി ബോക്സ് ഓഫീസ് തൂക്കിയടിച്ചൊരു പടം. വൺ ആൻഡ് ഓൺലി ദുരന്തർ. ഞാൻ OTTയിലാണ് ഈ ഒരു പടം കണ്ടത്. കാരണം നമ്മുടെ നാട്ടിലെ തിയേറ്റേഴ്സിലൊന്നും ഈ ഒരു പടം ഓടുന്നില്ല. പിന്നെ ഒരു സത്യം പറയുകയാണെങ്കിൽ ഞാൻ മലയാളം, തമിഴ്, ഇംഗ്ലീഷ് ഈ 3 ലാംഗ്വേജ് പടങ്ങൾ മാത്രമേ ഞാൻ തിയേറ്ററിൽ പോയി കാണാറുള്ളൂ. പ്രത്യേകിച്ച് ഹിന്ദി കേട്ടാൽ എനിക്കൊരു കിണ്ടിയും മനസ്സിലാവും. സബ് ടൈറ്റിൽ ഉണ്ടെങ്കിലും തിയേറ്റർ വാച്ചിൽ അത് മാത്രം പ്രിഫർ ചെയ്യുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല. പക്ഷേ OTTയിൽ കണ്ടാൽ എന്താ, ആ ഒരു 3.5 മണിക്കൂർ പോയത് കൂടി ഞാൻ അറിഞ്ഞിട്ടില്ല. സീൻ ബൈ സീൻ എന്റെ ചങ്ങായി ഞെട്ടിച്ചു എന്ന് വേണം പറയാൻ. 1300 കോടിയിലധികം ഈ പടം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ കളക്ട് ചെയ്തു. ഇനി മാർച്ച് മാസം ഇതിന്റെ സെക്കൻഡ് പാർട്ട് കൂടി റിലീസ് ആവാൻ
ആവാനുണ്ട്. 1000 കോടിയിൽ കുറഞ്ഞിട്ടൊന്നും പ്രതീക്ഷിക്കണ്ടെന്ന് തന്നെ പറയാം. ഇനി നമ്മുടെ ഈ ഒരു ലിസ്റ്റിലെ മൂന്നാമത്തെ സിനിമ, അതും മറ്റൊരു ബോളിവുഡ് സിനിമയാണ്. അമീർ ഖാൻ നായകനായിട്ട് വന്ന ദംഗൽ. ബാഹുബലിയുടെ 1000 കോടി കളക്ഷൻ ആ സമയത്ത് വലിയൊരു ചർച്ചാ വിഷയമായപ്പം ഏകദേശം അതേ സമയത്ത് അതിന്റെ ആ ഒരു കളക്ഷൻ റെക്കോർഡും ബ്രേക്ക് ചെയ്ത് മറ്റൊരു സിനിമ ഈ ഒരു പ്രസന്റ് ടൈമിൽ കൂടി നോക്കുവാണെങ്കിൽ ഇന്ത്യയിൽ ബോക്സ് ഓഫീസ് വൈസ് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമകളിൽ ഏറ്റവും ടോപ്പ് നിൽക്കുന്ന സിനിമയാണ് ദംഗൽ. ഈ ഒരു പടം ഏകദേശം 2000 കോടിയോളം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ കളക്ട് ചെയ്തു. പക്ഷേ ഇവിടെ ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൽ ഏകദേശം 1300 കോടിയോളം രൂപ ചൈനയിൽ നിന്ന് മാത്രം കളക്ട് ചെയ്തതാണ്. ഏതല്ലേ, സീരിയസ്ലി പറയാലാ, എന്റെ PC-യിൽ അന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഇതുവരെയായിട്ട് ഡിലീറ്റ് ചെയ്യാത്തൊരു മൂവി ഫയലാണ് ദംഗലിൻ്റെത്. ഇനി അടുത്തത് സെക്കൻഡ് പൊസിഷൻ ആണ്. അതെല്ലാവർക്കും ഒരേപോലെ അക്സെപ്റ്റബിൾ ആയിരിക്കും എന്ന് എനിക്ക് പറയാൻ പറ്റൂല. രാജമൗലിയുടെ സംവിധാനത്തിൽ റിലീസ് ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ 1000 കോടി സിനിമ, വൺ ആൻഡ് ഓൺലി പ്രഭാസ് നായകനായിട്ട് റിലീസ് ചെയ്ത ബാഹുബലി 2 ദ കൺക്ലൂഷൻ. മകിഴ്മതി സാമ്രാജ്യത്തിന്റെ ഭാവി രാജാവ്, രാജമാതാ ശിവകാമി ദേവിയുടെ പ്രിയപുത്രൻ, പഞ്ചത്തിലെ അജയ്യരായ കാലകേയരെ വധിച്ച വീരാതിവീരൻ അമരേന്ദ്ര ബാഹുബലി. കുറെ പേർക്ക് ഈ ഒരു പടം ഫസ്റ്റ് പ്ലേസിലായിരിക്കും ഉണ്ടാവുക. പക്ഷേ ഞാൻ ഇതിൽ സെക്കൻഡ് പ്ലേസ് കൊടുക്കാനുള്ള കാരണം വേറെ ഒന്നുമല്ല, അതിന്റെ സെക്കൻഡ് പാർട്ടിനേക്കാളും എനിക്ക് കുറച്ചും കൂടി അധികം ഇഷ്ടപ്പെട്ടത് അതിന്റെ ഫസ്റ്റ് പാർട്ടാണ്. അതായത് ഹാഫ് ടൈമിന് ശേഷം സെക്കൻഡ് പാർട്ട് അത്യാവശ്യം പ്രഡിക്റ്റബിൾ ആണെങ്കിലും ഓവറോൾ ആയിട്ട് ആ ഒരു പടം എടുത്തു വെച്ച ആ ഒരു രീതി ബ്രഹ്മാണ്ടം എന്നല്ലാണ്ട് വേറെ ഒന്നും പറയാൻ പറ്റൂല. പ്രത്യേകിച്ച് ആ ഒരു കുന്തള ദേശത്തെ സീൻസ് ഒക്കെ ഇപ്പോഴീ രാജകീയപരമായ കാര്യങ്ങളൊക്കെ കാണിക്കുന്നതിൽ ബാഹുബലിക്ക് ശേഷം അതിനെ വെല്ലാൻ വേണ്ടിയിട്ട് മറ്റൊരു പടം വേറെ വന്നിട്ടില്ല എന്ന് വേണം പറയാൻ. ഇപ്പോഴത്തെ ഈ പുതിയ പടങ്ങളൊക്കെ പാൻ ഇന്ത്യ എന്ന പേരിൽ ട്രെൻഡ് ആവുന്നതിൽ ബാഹുബലി എന്ന സിനിമ വഹിച്ച ആ ഒരു പങ്ക് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഞങ്ങളുടെ ദൈവം അമരേന്ദ്ര ബാഹുബലിയുടെ രക്തമാണ് നീ. ഇനി പ്രഭാസ് എത്ര വലിയ ബ്രഹ്മാണ്ഡ സിനിമയിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞാലും പ്രഭാസ് ഈസ് ഈക്വൽ ടു ബാഹുബലി. അത് അങ്ങനെയേ വരും. ബാഹുബലി എന്ന സിനിമയ്ക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു നടനുള്ള കാര്യം തന്നെ പലരും അറിയുന്നത്. ഒരു സാധാരണ നടനെ മറ്റൊരു പാൻ ഇന്ത്യൻ ആക്ടർ ആക്കി മാറ്റിയ സിനിമ. ഇനി ഇതിനെ വെല്ലാൻ വേണ്ടിയിട്ട് മറ്റൊരു പടം വരണ്ടെങ്കിൽ രാജമൗലി എന്നെ വിചാരിക്കണം. ഇനി ദ ഫൈനൽ വൺ, കന്നഡ ഇൻഡസ്ട്രിയുടെ പവർ കാണിച്ചെന്ന ഒരു സിനിമ. പ്രഭാസിനെ പോലെ തന്നെ ഒരൊറ്റ സിനിമ കൊണ്ട് പാൻ ഇന്ത്യൻ ലെവലിൽ റീച്ച് കിട്ടിയ യാഷ് ഈസ് ഈക്വൽ ടു റോക്കി ഭായ് എന്ന് ഓർക്കത്തക്ക വിധം ആ വർഷത്തെ ബോക്സ് ഓഫീസ് തൂക്കിയടിച്ച വൺ ആൻഡ് ഓൺലി KGF Chapter 2. He is the biggest criminal. He is the biggest businessman. And this is the biggest national issue. ഈ സിനിമ ഉണ്ടാക്കിയ ആ ഒരു ഓളത്തിനെ കുറിച്ച് ഞാനായിട്ട് പ്രത്യേകിച്ച് പറയേണ്ട ഒരു ആവശ്യമില്ല. അന്ന് ഈ ഒരു പടം തിയേറ്ററിൽ പോയിട്ട് കാണാൻ വീട്ടിൽ നിന്ന് എനിക്ക് പൈസ തന്നില്ല. പക്ഷെ OTT-യിൽ കണ്ടിട്ട് കൂടി എനിക്ക് കിട്ടിയ ആ ഒരു രോമാഞ്ചം എന്റെ അമ്മച്ചി പറഞ്ഞറിയിക്കാൻ പറ്റൂല. ഈ ബോംബെയിലെ ഡോണുകളെ കേന്ദ്രീകരിച്ചിട്ട് ഒരുപാട് പടങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഇത് തന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അത് വർണ്ണനാതീതമാണ് എന്ന് വേണം പറയാൻ. KGF-ന്റെ ഫസ്റ്റ് പാർട്ട് കിടിലനാണെങ്കിൽ രണ്ടാം ഭാഗം തീയായിരുന്നു. തീ 1200 കോടിയിലധികമാണ് ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ. ഓക്കെ, അപ്പൊ ഇത്രയും സിനിമകളാണ് ഉള്ളതെങ്കിലും 1000 കോടിയുടെ വക്കിലെത്തി അത് നഷ്ടപ്പെട്ട കുറെ പടങ്ങളുണ്ട്. അതിൽ മെയിൻ ആയിട്ട് പറയേണ്ടത് കാന്താര ചാപ്റ്റർ 1 ആണ്. ബ്രോ, അങ്ങനെയായിട്ടാണെങ്കിൽ ടോപ്പ് 3-ൽ ഉണ്ടാവുമായിരുന്നു ആ പടം. ഋഷഭ് ഷെട്ടിയുടെ ആ ഒരു ഹാർഡ് വർക്കിന് അർഹിച്ച ആ ഒരു വിജയം കിട്ടിയില്ല എന്ന് വേണം പറയാൻ. അതേപോലെ പ്രഭാസിന്റെ സലാർ ആണെങ്കിലും അത്യാവശ്യം നല്ല സിനിമയാണെങ്കിലും കുറച്ചും കൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ 1000 കോടി സുഖമായിട്ട് നേടുമായിരുന്നു. പിന്നെ രൺബീറിന്റെ ആനിമൽ മൂവി 900 കോടിയിലധികമാണ് അതിന്റെ കളക്ഷൻ ആയിട്ട് വരുന്നത്. പക്ഷേ സത്യം പറയാല, എനിക്ക് തീരെ ഇഷ്ടമല്ല ആ പടം. 3 മണിക്കൂർ എങ്ങനെ കണ്ട് തീർത്തു എന്ന് കൂടി എനിക്കറിയില്ല. പിന്നെ ചാവ എന്നൊരു ഹിന്ദി പടം, ഞാൻ ഇതുവരെ ആ ഒരു പടം കണ്ടില്ല, കാണണമെന്നുണ്ട്. വേറെയും 1000 കോടിയുടെ വക്കിലെത്തി അത് നഷ്ടപ്പെട്ട കുറെ പടങ്ങളുണ്ട്. ഏതായാലും ഈ ഒരു റാങ്കിംഗ് ലിസ്റ്റിൽ നിങ്ങളുടേതായ ഫേവറേറ്റിസത്തിന് വ്യത്യാസം ഉണ്ടാവാം. അതുകൊണ്ട് നിങ്ങളുടേതായ ഒരു റാങ്കിംഗ് ലിസ്റ്റ് കമന്റിലൂടെ അറിയിക്കാവുന്നതാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് 3-4 ദിവസം കഴിഞ്ഞിട്ട് കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.